കേരള രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി നിറഞ്ഞുനിന്ന വി.ഡി. സതീശൻ ഇനി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ്. അത് വെറുമൊരു നേതാവിന്റെ രാഷ്ട്രീയ വിജയമല്ല, മറിച്ച് നീണ്ട പോരാട്ടത്തിന്റെയും സ്ഥിരതയാർന്ന രാഷ്ട്രീയ വളർച്ചയുടെയും അംഗീകാരമായാണ് വിലയിരുത്തപ്പെടേണ്ടത്. നിയമസഭയിൽ കടുത്ത വിമർശകനായും തെരുവിൽ ജനകീയ സമര നായകനായും കോൺഗ്രസിന്റെ സംഘടനാപരമായ പുനരുജ്ജീവനത്തിന് നേതൃത്വം നൽകിയ നേതാവായും സതീശൻ വർഷങ്ങളായി ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ അതേ നേതാവാണ് കേരളത്തിന്റെ ഭരണ ചുമതല ഏറ്റെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ ശബ്ദം ഇനി ഭരണത്തിന്റെ ശബ്ദമായി മാറുന്ന പുതിയ രാഷ്ട്രീയ ഘട്ടത്തിലേക്കാണ് കേരളം കടക്കുന്നത്. എറണാകുളം ജില്ലയിലെ പറവൂരിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന വി.ഡി. സതീശന്റെ രാഷ്ട്രീയ യാത്ര സാധാരണ അധികാര പഥമല്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയ അദ്ദേഹം നിയമവിദ്യാഭ്യാസ പശ്ചാത്തലവും സാമൂഹിക വിഷയങ്ങളിലെ ഇടപെടലുകളും കൊണ്ടാണ് ആദ്യം ശ്രദ്ധ നേടിയത്. പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശക്തമായ സംഘടനാ പ്രവർത്തകനായും ജനകീയ വിഷയങ്ങളിൽ നിലപാടെടുക്കുന്ന നേതാവായും അദ്ദേഹം വളർന്നു. നിരവധി തവണ MLA ആയ സതീശൻ നിയമസഭയിൽ വസ്തുതകളോടെ സംസാരിക്കുന്ന നേതാവെന്ന പ്രത്യേക ഇമേജ് സ്വന്തമാക്കി. പ്രതിപക്ഷ നേതാവായ കാലഘട്ടമാണ് സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവ്. സ്വർണ്ണക്കടത്ത് കേസ് മുതൽ AI ക്യാമറ വിവാദം വരെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. വെറും രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഒതുങ്ങാത്ത രേഖകളും കണക്കുകളും മുന്നോട്ട് വെച്ച് ഭരണകൂടത്തെ വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ പൊതുജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത നേടിയെടുത്തു. പ്രത്യേകിച്ച് യുവാക്കളും മധ്യവർഗവും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ ആക്രമണാത്മകവും പഠിച്ചു സംസാരിക്കുന്ന നേതാവെന്ന ഇമേജ് അദ്ദേഹത്തിന് ഗുണകരമായി. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറ്റത്തിന് പിന്നിലും സതീശന്റെ പങ്ക് നിർണായകമായിരുന്നുവെന്ന് വേണം പറയാൻ. UDF-നെ വീണ്ടും സജീവമാക്കാൻ അദ്ദേഹം സ്വീകരിച്ച തന്ത്രങ്ങൾ പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ജില്ലാതല ജനസമ്പർക്ക പരിപാടികൾ, വിഷയാധിഷ്ഠിത സമരങ്ങൾ, സോഷ്യൽ മീഡിയ ഇടപെടലുകൾ, സർക്കാരിനെതിരായ ശക്തമായ രാഷ്ട്രീയ ക്യാമ്പയിനുകൾ, ഇതെല്ലാം ചേർന്നാണ് കോൺഗ്രസിനെ വീണ്ടും പോരാട്ടത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത്. പല ഘട്ടങ്ങളിലും പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിയന്ത്രിച്ച് മുന്നണിയെ ഒറ്റക്കെട്ടായി നിലനിർത്തുന്നതിലും സതീശൻ പ്രധാന പങ്കുവഹിച്ചു. സതീശന്റെ ഏറ്റവും വലിയ ശക്തിയായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ആശയവിനിമയ ശേഷിയാണ്. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കി. നിയമസഭയ്ക്കുള്ളിലും പുറത്തും അതേ വ്യക്തതയോടെ സംസാരിക്കുന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹം വിശ്വാസ്യത നേടിയെടുത്തു. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ കഴിവ് ഭരണ നടപടികൾ ജനങ്ങളിലേക്ക് വ്യക്തമായി എത്തിക്കാൻ സഹായകരമാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഭരണപരമായി കേരളം ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളികൾ സാമ്പത്തിക പ്രതിസന്ധി, യുവജന തൊഴിലില്ലായ്മ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സമ്മർദ്ദം, നിക്ഷേപക്ഷാമം എന്നിവയാണ്. ഈ സാഹചര്യത്തിൽ ജനകീയവും പ്രായോഗികവുമായ ഭരണശൈലി സതീശൻ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പയിനുള്ളത്. ഭരണ നിർണയങ്ങളിൽ കൂടുതൽ പരസ്യത, അഴിമതിക്കെതിരായ കർശന നിലപാട്, ഉദ്യോഗസ്ഥ തലത്തിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കൽ എന്നിവ മുഖ്യമന്ത്രിയുമായുള്ള അദ്ദേഹത്തിന്റെ പ്രധാന മുൻഗണനകളാകുമെന്നാണ് വിലയിരുത്തൽ. സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയുന്ന നേതാവെന്നതും സതീശന്റെ പ്രധാന കരുത്താണ്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDF ഘടകകക്ഷികളുമായി ഏകോപനം പുലർത്തുന്നതിലും സമുദായ സംഘടനകളുമായി ആശയവിനിമയം നടത്തുന്നതിലും അദ്ദേഹം വിജയിച്ചിരുന്നു. അതിനാൽ മുന്നണി ഐക്യം ഉറപ്പാക്കി സ്ഥിരതയുള്ള ഭരണത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതേസമയം യുവാക്കൾക്കും പുതിയ തലമുറയ്ക്കും പ്രതീക്ഷ നൽകുന്ന നേതാവെന്ന നിലയിലും സതീശന്റെ ഉയർച്ച ശ്രദ്ധേയമാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ ഭാഷ മനസ്സിലാക്കുന്ന നേതാവെന്ന നിലയിൽ സാങ്കേതിക വിദ്യയും സ്റ്റാർട്ടപ്പ് വികസനവും നിക്ഷേപവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണരീതിയിലേക്ക് കേരളത്തെ നയിക്കാനാകുമെന്ന പ്രതീക്ഷ ശക്തമാണ്. ഒടുവിൽ വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനാരോഹണം കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ തിരിച്ചുവരവിന്റെ പ്രതീകമായി വിലയിരുത്തപ്പെടുകയാണ്. വർഷങ്ങളായി പ്രതിപക്ഷ നിരയിൽ നിന്ന് ഭരണകൂടത്തെ ചോദ്യം ചെയ്ത നേതാവ് ഇനി അതേ ചോദ്യങ്ങൾക്ക് ഉത്തരമൊരുക്കേണ്ട സ്ഥാനത്തേക്കാണ് എത്തുന്നത്. പോരാട്ട രാഷ്ട്രീയത്തിൽ നിന്ന് ഭരണ രാഷ്ട്രീയത്തിലേക്കുള്ള ഈ മാറ്റം എത്രത്തോളം വിജയകരമാകുമെന്നത് വരും കാലം തീരുമാനിക്കും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, കേരളം ഇനി പ്രതീക്ഷയോടെ നോക്കുന്നത് വെറും ഒരു മുഖ്യമന്ത്രിയല്ല, ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതും പോരാടുന്നതും തീരുമാനമെടുക്കാൻ തയ്യാറായതുമായ പുതിയ തലമുറ രാഷ്ട്രീയ നേതാവിനെയാണ്.